മോശെ എന്ന പുരുഷൻ, ദൈവപുരുഷൻ. ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 പേരിൽ ഞാനൊരു പുരുഷനെ കണ്ടു, അത്രയും പേരിൽ ഞാനൊരു സ്ത്രീയെ കണ്ടില്ല. കർത്താവ് പറഞ്ഞാൽ 30 ലക്ഷം പേരിൽ ഞാനൊരു പുരുഷനെ കണ്ടു. ഹല്ലേലൂയ. വിരോധാഭാസത്തിന്റെ ഒരു മനുഷ്യൻ. യേശുവിനെ കുറിച്ച് ശിമയോൻ അവന്റെ അമ്മയോട് പറഞ്ഞത് ഇവൻ മറുത്തു പറയുന്ന ഒരടയാളമായിരിക്കും. മോശയെ കുറിച്ച് പറഞ്ഞാലോ വിരോധാഭാസത്തിന്റെ ഒരു മനുഷ്യൻ. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. ഇന്ന് ഭൂതലത്തിലുള്ള എല്ലാ തലമുറയിലുമുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ചൂട് കൊടുക്കുന്നത് ഈ മനുഷ്യനാണ്. അവന്റെ ചൂടേൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന് സങ്കീർത്തനം 19 പറയുന്നു. പ്രമാണമെന്ന സൂര്യന്റെ ചൂടേൽക്കാത്ത ഒരു മനുഷ്യനുമില്ല. ഇവന്റെ വിളി അതിശയകരം. എല്ലാവരും എന്നെ ഉപയോഗിക്കണമേ, എന്നെ ദൈവമേ, എന്നെ അയക്കണമേ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണം ഞാൻ നിന്നെ അയക്കാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയണം വേറെ ആരെങ്കിലും അയക്കണമേ. ഇവൻ മനുഷ്യൻ ജനിച്ചപ്പോൾ ഇവന്റെ മാതാപിതാക്കൾ കണ്ടു ഇവൻ സൗന്ദര്യമുള്ളവൻ. ആ സൗന്ദര്യം തോൽപ്പിച്ചത് രാജകൽപ്പനയെ ശക്തി കൊണ്ടല്ലേ, വാളുകൊണ്ടല്ലേ ജയിക്കേണ്ടത്, സൗന്ദര്യം കൊണ്ട് ജയിച്ചു. രാജകുമാരൻ എന്നുള്ള പേര് ലഭിക്കുമായിരുന്നു, പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ദാസൻ എന്നുള്ള പേര് മതി. ഇസ്രായേലിലെ രാജകുമാരനാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദൈവത്തിന്റെ ദാസനാകുന്നതാണ്. ലോകം, ജീവനത്തിന്റെ പ്രതാപം, കണ്ണിന്റെ മോഹം, ജഡത്തിന്റെ മോഹം, ഇത് ആൾക്കാരെ തെറ്റിച്ച് കളയുമ്പോൾ സുഖം ഞങ്ങൾക്ക് വേണം, സന്തോഷം വേണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് കഷ്ടം മതി, ദൈവമക്കളോടുകൂടെ കഷ്ടം മതി. ഇവിടെ 40 വർഷം നീ രാജകൊട്ടാരത്തിൽ താമസിച്ചതല്ലേ, കണ്ടിന്യൂ ചെയ്തുകൂടെ, എനിക്ക് മതി, എനിക്ക് ഈ കഷ്ടമാണല്ല. ദുഷ്ടന്മാരോടുകൂടെയുള്ള യാഗഭോജനത്തിലും നീതിമാന്മാരുടെ കൂടെയുള്ള ശാഖഭോജനം നല്ലതെന്ന് തിരഞ്ഞെടുത്തു. മരണം മാറിപ്പോകാൻ നമ്മൾ എന്താ പോവുക? സംഹാരദൂതനെ ഓടിക്കാൻ രക്തം. മരണം മിസ്രയീമ്യരുടെ കടിഞ്ഞൂലുകളെ സംഹരിക്കുമ്പോൾ ഇവിടെ കുഞ്ഞാടിന്റെ രക്തത്താൽ മരണത്തെ ഒഴിവാക്കിയവൻ. ഇനിയോ വിട്ടുപോരാൻ ഓടിപ്പോകുകയല്ലേ വേണ്ടത്? വചനം പറയുന്നു അവൻ ഉറച്ചു നിൽക്കയാൽ വിട്ടുപോകുന്നു. രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഉറച്ചു നിൽക്കയാൽ അവൻ മിസ്രയീം വിട്ടുപോകുന്നു. ഇത് നമുക്കും അത് തന്നെ. മിസ്രയീം എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് വിട്ടുപോരാൻ നിങ്ങൾക്ക് വേണ്ടത് പേടിച്ചോടുകയല്ല, ഉറച്ചു നിൽക്കണം, ഫേസ് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ നിങ്ങൾ മിസ്രയീം വിട്ടുപോരും. മരണം മാറാൻ ഇന്നും വേറൊന്നുമില്ല, കുഞ്ഞാടിന്റെ രക്തം. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ചാർച്ചക്കാർക്കും കുഞ്ഞാടിന്റെ രക്തം. മരണം മാറും. നിന്റെ വലത്തും ഇടത്തും നാട്ടുകാർക്കും വരുന്നത് നീ നോക്കണ്ട, കുഞ്ഞാടിന്റെ രക്തം നിന്നെ രക്ഷിക്കും. ഇന്നും ഭോഗം മാറാൻ, ലോകം മാറാൻ 1000 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ എഴുതി, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹത്തിനല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. രാജകുമാര പദവി വിട്ട ദൈവദാസനെ കുറിച്ച് മിസ്രയീമ്യർ പറയുന്നു, ഇവൻ മഹാശ്രേഷ്ഠൻ. സൗന്ദര്യത്താൽ, തൻ്റെ ജന്മനായുള്ള ഡിവൈൻ ബ്യൂട്ടിയാൽ രാജകൽപ്പനയെ ജയിച്ചവൻ. അവനോട് തേജസ്സിന്റെ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ദൈവം മുഖത്തോട് മുഖം സംസാരിച്ചു, സ്നേഹിതനോടെന്ന പോലെ. മോശയുടെ ജീവിതം നോക്കിയാൽ 40ന്റെ 3 ഗുണിതങ്ങളാണ്. 40 വർഷത്തെ ഒരു പാസ്റ്റ് ടെൻസ് രാജകൊട്ടാരത്തിൽ പ്രിൻസ് ആയിട്ട്, 40ന്റെ ഒരു മരുഭൂവാസം ആട്ടിടയനായിട്ട്, 40ന്റെ ഒരു നിയോഗത്തിലുള്ള നടപ്പ്, അത് ഒരു പ്രവാചകനായിട്ട്, ഒരു നേതാവായിട്ട്. നമുക്ക് വേണ്ട ചോദിക്കുക, ഈ ആട്ടിടയനായിട്ട് പോകേണ്ട മനുഷ്യനെ, പ്രവാചകനായിട്ട് പോകേണ്ട മനുഷ്യനെ ഈ രാജകൊട്ടാരത്തിൽ താമസിപ്പിച്ച് മിസ്രയീമ്യരുടെ സകല വിദ്യയും അഭ്യസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന കർത്താവെ 40 വർഷം അങ്ങ് വേസ്റ്റാക്കിയില്ലേ? കർത്താവിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, എൻ്റെ ജനത്തെ നയിക്കാൻ, നേടാൻ പേടിയില്ലാത്ത ഒരുത്തനെ വേണം. രാജകൊട്ടാരം കാണുമ്പോൾ മുട്ടടിക്കാത്ത ഒരുത്തനെ വേണം. രാജകീയ പ്രൗഢി കാണുമ്പോൾ സ്വന്തം വസ്ത്രത്തിലോട്ട് നോക്കിയിട്ട് കോംപ്ലക്സ് ഉള്ളിൽ തോന്നാത്ത ഒരുത്തനെ എനിക്ക് വേണം. ഇരുമ്പൊക്കെ ഹാർഡൻ ചെയ്യുന്നത് ചുട്ട് പഴുപ്പിച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് അങ്ങ് മുക്കും. ഇതുപോലെ കൊട്ടാരത്തിൽ നിന്ന് പെട്ടെന്നൊരു വീഴ്ച ഓടുകയറുന്ന അവിടെ നിന്ന് ഹാർഡനായി. 40 വർഷത്തെ മരുഭൂവാസം എന്തിനെ? ഇച്ഛാഭംഗങ്ങളെ ജയിക്കുന്ന, നിരാശകളെ ജയിക്കുന്ന, എന്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരകത്തെ മനുഷ്യൻ ഈ പുരുഷന്റെ അകത്ത് വരികയാണ്.
അടുത്ത 40ലേക്ക് കടക്കുമ്പോഴോ ഈ 2 ശക്തിയും സറണ്ടർ ചെയ്തിട്ട് ദൈവശക്തി സ്വീകരിക്കുന്ന മനുഷ്യൻ നമ്മൾ കാണുകയാണ്. യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ അവൻ മഹാപുരോഹിതനാകുകയില്ലായിരുന്നു. കാരണം അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നവനാണ്. ലേവി ഗോത്രത്തോടാണ് പൗരോഹിത്യം സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വിളിച്ചു പുരോഹിതനാക്കി. എങ്കിലും അർപ്പിപ്പാൻ അവൻ എന്തെങ്കിലും വേണമായിരുന്നു. അവനത് തന്നെത്താൻ അർപ്പിച്ചു. മോശെ തന്നെത്താൻ അർപ്പിച്ചു. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവവിളിക്ക് മുമ്പ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് അർപ്പിപ്പാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അബ്രഹാമിന് സമ്പത്തുണ്ടായിരുന്നു, പൊന്നുണ്ടായിരുന്നു, വെള്ളിയുണ്ടായിരുന്നു, പ്രഭുവായിരുന്നു. പക്ഷെ കർത്താവിന് ഇതൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇസഹാക്കിനെ എനിക്ക് വേണം. വചനം പറയുന്നു, അബ്രഹാം അവന് യാഗം കഴിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. പക്ഷെ കഴിച്ചതിന് തുല്യമായി അർപ്പിച്ചു. ദൈവം നോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തില്ല. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ കൊണ്ടുവന്നു. മകന്റെ കാര്യം വന്നപ്പോഴോ, ഇസഹാക്കന്റെ കാലം വന്നപ്പോൾ അവിടെ മക്കൾ തന്നെ. വചനം പറയുന്നു, ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. 3-ാമത്തെ ആളുടെ വന്നപ്പോഴോ, യാക്കോബിന്റെ കാലം വന്നപ്പോഴോ അവിടെ മക്കൾ തന്നെ. ജോസഫിന്റെ മക്കളെ കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. 4-ാമത്തെ ആളുടെ വന്നപ്പോഴോ, ജോസഫിന്റെ കാലം വന്നപ്പോഴോ അവൻ ഇസ്രായേൽ മക്കളെ പുറപ്പാടിന്റെ കാര്യം പറഞ്ഞ് ഓർപ്പിച്ചു. അപ്പോൾ ഒരുത്തനെ ദൈവം വിളിച്ചത് എന്തിന്? അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്ന എന്താണ്? അബ്രഹാം ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചെന്നാണ്. പക്ഷേ ഇബ്രാഹിം ലേഖനം പറയുന്നു, ഇവരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല, ദൂരെ നിന്ന് അഭിമന്ദിച്ചു. എന്തുകൊണ്ട്? നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നല്ലതൊന്നും നമുക്ക് മുൻകരുതിയിരുന്നു. മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവൻ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചെന്നാണ്. ആ ഭാവികാലം ഇന്ന് നമ്മുടെ കയ്യിലാണ്. കാരണം മൂത്തവൻ ഇളയവനെ സേവിക്കുകയാണ്. 4-ാമത്തെ വരുമ്പോൾ കൈ പിണച്ച് വെച്ച് അനുഗ്രഹിക്കുകയാണ്. എന്താണ്? തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, ഞാൻ ഈ വടിയുമായി പോയി 2 കൂട്ടമായി തീർന്നല്ല, ഭൗതികമല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. ആത്മികമാണ് സമ്പാദ്യം. ഈ മക്കളാണ് സമ്പാദ്യം, സഭയാണ് സമ്പാദ്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം സകല പർവ്വതങ്ങൾക്കും മീതെ ഉന്നതവും സർവ്വഭൂമിയുടെ ആനന്ദവുമാവുന്നു. അവിടേക്ക് ജാതികൾ ഒഴുകി വരും. അകത്ത് ദൈവജനമുള്ളവൻ, അകത്ത് ദൈവമനസ്സ് കിട്ടിയവൻ, അകത്ത് എൻ്റെ ജനമെന്ന് പറയുന്നവൻ. അങ്ങനെ പറയുന്നൊരു രൂപത്തുണ്ടെങ്കിൽ അവളെ മോവാബിൽ നിന്ന് കൊണ്ടുവരുവാൻ ഒരു കുടുംബത്തെ അങ്ങ് പൊളിക്കുകയാണ്. അവളെ വംശാവലിയിൽ കയറ്റുകയാണ്. അവിടുന്ന് ദാവീദ് പുറത്തു വരികയാണ്. എന്തിനാണ് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പൊളിക്കലുകൾ, പണിയലുകൾ? ഇതാ എൻ്റെ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. എന്തിനാണ്? നിർമൂലമാക്കാൻ, പൊളിക്കാൻ, ഇടിച്ചു കളയാൻ, പണിയാൻ, നടുവാൻ. പലരെയും പൊളിച്ചു, പലരെയും നിർമൂലമാക്കി, പലരെ ഇടിച്ചു കളഞ്ഞു. വ്യക്തിപരമായി നമ്മൾ നോക്കിയാൽ നമ്മുടെ പ്ലാനുകൾ പലരും ഇടിച്ചു കളഞ്ഞു, നിർമൂലമാക്കി, പൊളിച്ചു കളഞ്ഞു. പക്ഷെ വിഷമിക്കരുത്, നട്ടില്ലേ, പണിതില്ലേ. ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിത്വവും എഴുതി വച്ചിരിക്കുന്നത് പ്രേമലേഖനത്തിലാണ്. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. ഇത് ഭീതിയുടെ മാർഗമല്ല, സ്നേഹത്തിൻ്റെ മാർഗമാണ്. സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, പ്രേമം ഭയത്തെ പുറത്താക്കുന്നു. കർത്താവിനോടുള്ള ഇഷ്ടം ഈ ലോകത്തെ കീഴടക്കുന്നു. ഒരു ശക്തിയും സഭയെ പേടിപ്പിക്കില്ല. സഭ വാഴും, വിശുദ്ധന്മാർ വാഴും, ദൈവസ്നേഹം വാഴും, ഭയത്തെ വാഴും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിയോഗത്തിലേക്ക് ചലിക്കുവാൻ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ മറന്ന് ഈ സാഹചര്യങ്ങളിലൂടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് അനേകരെ നേടുന്നവരാകുവാൻ, നായകരാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.